ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ എണീറ്റിട്ട് ഒരു 10-15 മിനിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് നോക്കിയിരിക്കാം. ഈ വീട്ടിലോട്ട് ഷിഫ്റ്റായിട്ട് ഒരു 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പം സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ തിരക്കിലാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. പിന്നെ ഒരാളുണ്ട്, കാസ്ലി. അതിന് ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനെ കിച്ചണിലോട്ട് പോകണം. ഇനി സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ടാണ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. രാവിലെ വീട്ടിൽ ഫസ്റ്റ് പരിപാടി വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇന്നലെ വരെ ആ ശീലമൊന്നുമില്ലായിരുന്നു. ഇന്ന് മുതലാണ് ശീലം. ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇങ്ങനെയും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പണികളുണ്ട്, പുറത്ത് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കഴിക്കണോ? ഒരാളെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ വീട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇവിടെ വന്ന് ഇരുന്നിട്ടേ ഇല്ല. ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയിരുന്നേ ഉള്ളൂ. ഇവിടെ വന്ന് ഇരുന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക, എൻ്റേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തുക, അവിടെ ഇരിക്കുക, അതൊക്കെയാണ് ഇഷ്ടം. ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. നീങ്ങും ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒന്നും വന്നിരിക്കില്ല. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, കഴിക്കണം, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം, റെഡി ആയിരിക്കാറുണ്ട്. പെട്ടെന്ന് വെച്ചാൽ പോകേണ്ടി വരും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. റവ വാങ്ങിച്ചു. റവ പുട്ട് പഴമുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്കും അത് മതി. നല്ല ട്രിപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് രാവിലെയും ഉച്ചത്തേക്കും പുട്ട് തന്നെ. ഗൈസ്, പുട്ടുണ്ടാക്കാൻ പോകണം. ചീനച്ചട്ടി. ഇതൊരു കയ്യില്ല കേട്ടോ, അത് വെട്ടി. പിന്നെ കുറച്ച് ഉണ്ടായിക്കോട്ടെ, രസം വെക്കട്ടെ. ഇനി നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയുക കേട്ടോ. ഞാൻ ഭയങ്കര കുക്കാണ്. ഞാൻ വെറുതെ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാത്രം കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ എൻ്റെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അത്ര പോരാ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. അതേ ഉള്ളൂ. പിന്നെ ഗ്യാസിലേക്ക് കഴിക്കും ഇഷ്ടമാണ്. ഗൈസ്, നമ്മുടെ ഗ്യാസിൽ കൂടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയടോ. വികൃതിയാണ് ഗ്യാസിൽ. ഞാനാ പറഞ്ഞു കേടാനെ പറ്റി പറഞ്ഞു. പുട്ടിട്ടേക്കുന്ന പാത്രം ഉണ്ടായിട്ടുണ്ട്. ഇതാവിടുന്ന് ഇല്ല രാത്രി കിടന്ന് ഉറങ്ങിയത് പാകാണ്. ഗൈസ്, എൻ്റെ പണിയൊക്കെ തീർത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. ഇപ്പോൾ ഏച്ചൊരു 1 o'clock 1:30 പറഞ്ഞത്. അതൊക്കെ റെഡിയായി പോകണം. ചോറുണ്ടാക്കിയില്ല, പുട്ട് പുട്ട് വീഡിയോയാണ്. ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കൊലായിലിരിക്കുകയാണ്. കാസു, ഞാൻ, ഏട്ടൻ, ഐഡുമോൾ, തക്കുടുമോൾ. വരിക, തിന്നുക, ഇതന്നെ. ഇവിടെയാണോ?
കാണിച്ചു കൊടുക്ക്, ഓറഞ്ച് കഴിക്കുന്ന കാണിച്ചു കൊടുക്ക് വീഡിയോയില്. പറയ് ഓറഞ്ച് 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 ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനല്ല, ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ ഇങ്ങനെ വേണോ ചോദിക്കും. ഇതെന്താ പറഞ്ഞെടുക്ക്. അടിക്കുന്നേടോ മോളത് അടിക്കുന്ന പ്രൂഫുണ്ട്, വീഡിയോ ഉണ്ട്, കേസെടുക്കും. അടിച്ച് അടിച്ച് ചേച്ചിമനെ വിരല് വരെ ഒടിച്ച് തക്കടു ഇത് വെച്ചോ. എന്താണ് ചോദിച്ചു നിന്നെ അടിച്ചാൽ കണി ഞാൻ തരും കേട്ടോ. ഇന്ന് മേക്കപ്പ് ഇടാഞ്ഞേ, മേക്കപ്പ് ഇടാഞ്ഞേ, മേക്കപ്പ് ഒന്നും ഇട്ടില്ലല്ലോ. പടി അടിച്ചിട്ട് പോയ ആളാ എൻ്റെ മടിയിലിരിക്കാൻ. ഇത് റെക്കോർഡാ പറയണ്ട, ഒന്നും പറയൂല. എടോ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ എന്ത് പറയുന്നത് അവിടെ കടക്കുന്നുണ്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ ഹലോ ചോണ്ടിട്ടേ പോകുള്ളൂ മാത്രമേ കാണൂ. അതന്നെ അല്ല ഒന്നും പറയാൻ നമ്മളിങ്ങനെ കളിക്കുന്ന വീഡിയോ കളിക്കുന്നു. വള വളാന്ന് പറയുന്ന ഐഡിയ ആണ്. ഇന്ന് സൈലൻസ് ഇന്ന് ഐഡിയ എനിക്ക് മീൻകറി കൊണ്ടു തന്നേരം. ഒരു മീൻ പൊരിച്ചതല്ലേ, 3 മീൻ പൊരിച്ചത്. 3 ആണല്ലോ. ഞാൻ നോക്കിയില്ല, ഞാൻ ചെന്നേക്കില്ല. ഇല്ലാത്ത കടത്തരം പറയേണ്ടതല്ലോ. കണ്ടിക്ക് തുറന്നോക്കാണ്ട വിളിച്ച് ഡയലോഗ് ചാളല്ല പൊട്ടാ മാമ്പക്കറിയാണ്. കൊറേ ദിവസായി അടിച്ചു നടക്കുന്നു. യോഗ നിശബ്ദത അടിയായി, അമ്മയും മോളും അടിയായി. നല്ല കൊടുക്കണം, നല്ല കൊടുക്ക്, തിരിച്ചു കൊടുക്കണം. ഡോ ഇത് ചേച്ചിനെ അടിക്കിട്ടോ. ഇതിന്റെ ഏച്ചിയാണിത്. എന്റെ ഏച്ചി അടിക്കി. ആ നിന്റെ ഏച്ചിയാ അത്. നിന്റെ അടിക്കൂ. ഇതിന്റെ ഏച്ചിയാ. വായിച്ച നിന്റെ ഏച്ചി. നോ നോ കൈ ഒടിച്ച് അടിക്കുകയും ചെയ്യൂ. ലോക്കാണ് ഫോണ്, നമ്പർ ലോക്ക്. ഞാൻ റെഡി ആയിട്ട് തലയിലാണ്ട് കയ്യിലുണ്ടോ? നല്ല മിച്ചർ വാങ്ങിയത്. ഇത് ഫുള്ളുണ്ടായിരുന്നു ഗൈസ്.
ദിവസം ഹോം ടൂർ ചെയ്തതായിരിക്കും. ഐഡു ആയിരിക്കും അന്ന് ക്യാമറമാൻ. വീട് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാൻ. പിന്നെ കമ്മലും മാലയൊന്നും ഇട്ടില്ല. എന്തിനു നടന്നു വന്നായി ചക്കുട് കഴിക്കുന്ന കാണിച്ചു. പറഞ്ഞോട്ട് മിച്ചറെന്ന് പറയും. ഇതിവിടെ അടുത്താണ് റോഡ് സൈഡ് റോഡ് തന്നെ മെയിൻ പ്ലേസ്. കാക്കാനക്കര പോലെ വളഞ്ഞു കൊടുക്കുന്നു പോകാം. മെയിൻ റോഡിൽ വളഞ്ഞു വയ്ക്കാൻ ഇങ്ങനെ കഴിക്കുന്ന കാണിച്ചെടുത്ത് ആ കാണിച്ചെടുത്ത് നമ്മളൊക്കെ കാണിച്ചെടുത്ത്. അത് ഒട്ടുകൂടുന്നല്ലോ. ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കും. മുടി വെട്ടി പറയും. ആ മുടി വെട്ടി കാര്യം പറഞ്ഞു അതിനെ പറ്റുമോ പറഞ്ഞു. ഗൈസ് മുടി വെട്ടിയതിന് ശേഷം എന്തോ പറ്റിയിട്ട് എക്സ്പ്രഷനൊക്കെ പെട്ടെന്ന് മാറിയിട്ടേ ഇല്ല. നല്ലപോലെ ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റിയത് അയ്യോ മാറ്റിക്കണം. പൗഡർ ഇട്ടില്ല. വേണോ ചോദിച്ചോക്ക്. വേണോ? പണിയെടുക്കുന്നവരെ പണിയെടുക്കാൻ ചോദിക്കില്ല. അച്ഛൻ ഏറ്റുമ്പോൾ പ്രത്യേകം അടി കണ്ട കാര്യം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. ഹലോ, തക്കുടിൻ്റെ അച്ഛനാണോ? തക്കുട് വികൃതി കാണിക്കണ്ടേ? അടിക്കുന്നത് തക്കുട്. 1.5 വയസ്സായിട്ടുള്ളൂ. ഫോണ് 1.5 വയസ്സിന് ഫോണ്. 1.5 വയസ്സിന് ഫോണ്. മരിക്കുക നടക്കുക ആദ്യം. വലിയ ബ്രേക്കില്ലാതെ നടക്കുകയും ചെയ്യൂ. ഫോണ് വേണം. ഒരേ ഒരു മിനിറ്റ് ഇരുന്നിട്ട് വരും തക്കുട്. ഇപ്പൊ വരും. കണ്ടില്ലേ? ഞാനൊരു മന അതെ ഇന്നൊരു സുന്ദരിക്കുട്ടിയായി പോയത്. ഇന്നൊരു സുന്ദരിക്കുട്ടിയായി പോയത്. തലയിൽ മേക്കപ്പ് ഇട്ടുണ്ടാ സുന്ദരിക്കുട്ടിയായത്? ഈ അല്ലെങ്കിൽ സുന്ദരിക്കുട്ടിയാണല്ലോ. തക്കോട് സുന്ദരിക്കുട്ടിയാ. അല്ലേ? ആക്ടിങ് അല്ലത്. തക്കോട് സുന്ദരിക്കുട്ടിയാ. തക്കോട് സുന്ദരിക്കുട്ടിയാണോ? അയ്യോ ആരും കാണണ്ട. ഇടോ തക്കോട് സുന്ദരിക്കുട്ടിയാണോ? അയച്ചോടാ. ആരും
അപ്പം തന്നെ മുഖം തക്കിടുവോ തക്കിടുവോ ഇത് എപ്പോഴും സുന്ദരിപ്പിക്കാട്ടോ രാവിലെ സെൻട്രൽ പാർക്കിൽ ചോറൊക്കെ കഴിച്ചില്ലേ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ബീച്ചിലോട്ട് വന്നിട്ട് നല്ല ഈ കാറ്റൊക്കെ വീട്ടിലോട്ട് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇരിക്കുന്ന വരുന്നെന്തോ വലിയ വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ഞമ്മക്കെല്ലാം അറിയും നമ്മുടെ അവസ്ഥ. ചേച്ചി ഇവിടുന്ന് എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ വാങ്ങി തന്നൂടെ? എവിടെ മുങ്ങി ഒരു പണിയുമില്ലാതെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം ലൈഡു. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഉള്ളത് കൊണ്ട് ഒന്ന് വന്നതെന്നുള്ളൂ. ഞാൻ ഫുൾ ബിസിയാണ്. അവിടെ വന്നിരിക്കാൻ സമയമല്ലോ. അതെ ലൈഡു പിന്നെ ഭയങ്കര ബിസിയാണ് വീട്ടിൽ. നിങ്ങൾ പോയി നോക്കണം, അപ്പം അറിയാം ഭയങ്കര ബിസിയാണോ. ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇരിക്കൂ ഗസ്റ്റ്, ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ചേറില്ല, സിറ്റ് സിറ്റ്. ഇരിക്കാൻ വയ്യടാ. ഓ ഓ നടന്നോ. നമ്മളൊക്കെ കണ്ടോ സാധാരണക്കാര്. അതന്നെ ഞങ്ങൾ നിലക്കാരാ. ഇരിക്കടോ, എല്ലാം പോവാൻ പറഞ്ഞ് വിളിച്ചു ഇരിക്കും. ഒരു 5 മിനിറ്റ് ഇരിക്കും. വന്നിട്ട് നിന്ന കാലിൽ നിന്നില്ല. നിന്ന കാലില് നിക്കല്ലേന്നോ? വന്ന കാലിൽ നിക്കല്ലേ? നിന്ന കാലിൽ അതന്നെ കാര്യമൊക്കെ. ഇതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഏക ശത്രു. എന്നെ പിടിച്ച് ശത്രു ആക്കില്ലേ? ശരി, ഞാൻ ശത്രു ശത്രുവിന്റെ ഓപ്പോസിറ്റ് എന്താടാ? മിത്രം. അവിടെ ഇരിക്കണം. ബ്ലൂ ആട്ടോ, റോസ് അല്ല. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് ക്യാഷ് വാങ്ങുന്നവരാണ്. അതെ, അതുകൊണ്ട് എന്ത് ക്യാഷ് വാങ്ങിയത്. ആണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ വളരെ പൈസകളൊക്കെ മോഡലേഷൻ ഒന്നും വേണ്ട, നോർമലി പറഞ്ഞാലും മോഡലേഷൻ അടിക്കുമ്പോ അങ്ങനെ പറയണം. പിന്നെ നോർമലി പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലാത്തൊരു ടെസ്റ്റ് വീണതല്ല, മണ്ണ് ടെസ്റ്റ് ചെയ്താൽ ചളി കേട്ടോ ലൈറ്റ് ആയിട്ട് തിരിച്ചോളുക. പറ്റി പറയുന്ന ഫുള്ള് ഭയങ്കരമാണ്. നമുക്ക് അങ്ങനെ തന്നെ. നമുക്ക് നോക്കി കണ്ടൊക്കെ അറിയാം. ആരും ചളി അടിക്കുക അല്ലേടോ? ചേച്ചി പോയി ചായ വാങ്ങിക്കൊണ്ട്. ഇതെന്താ ഇവിടെ ഉള്ള എന്ത് സാധനം പോയതാണോ അല്ല എങ്ങനെയാണോ? അങ്ങനെ അവിടെ ചായ വാങ്ങിക്കൊണ്ട. എന്റെ എക്സ്പ്രഷൻ എടുക്കാല്ലേ? കള്ള പൈതൽ എന്നൊക്കെ എന്താടോ? ചേച്ചി അവിടെ പോയിട്ട് വാവ 2 ചായ തരി. എന്റെ കുഞ്ഞുവാവ ഉള്ളതുകൊണ്ടല്ലേ ഗൈസ് എനിക്ക് പോകാനുള്ള എനിക്കുള്ള കപ്പാസിറ്റി. ഇതൊക്കെ നമ്മള് വിശ്വസിക്കണം. എണീറ്റ് പോവാൻ എണീറ്റിട്ടുള്ളൂ. ക്യാമറ ഗൈസ്, ഞാൻ പണിയൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ഭയങ്കര ചൂടില്ല. അപ്പോൾ എൻ്റെ ചോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുളിച്ച് കുളി കാണണം. പിന്നെ വൈകുന്നേരം കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി നല്ല സ്വാദിഷ്ടമായ മീൻകറി കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങക്കറി, ഒരു മീൻ പൊരിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടി കഴിക്കണം. ഗ്യാസിൽ അവിടെ ഉണ്ട്. പിന്നെ മാങ്ങക്കറി, മാങ്ങ ഇട്ട മാങ്ങക്കറി, മീൻ പൊരിച്ചത്. ഞാൻ മാന്തയും പുട്ടും ഗൈസ്, മാന്തയും പുട്ടും കൂട്ടി കഴിക്കുകയാണ്. കഴിച്ച് നോക്കാം. ഒരു സാധനം മാങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളി. അല്ലെങ്കിൽ ഐഡു തങ്ങളുടെ
മാന്തക്കറി, മാന്ത പൊരിച്ചതും അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ എന്തും കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരിക. എനിക്ക് കറി ഉണ്ടാക്കേണ്ടത് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. മറക്കണ്ട. എന്നും വെറൈറ്റി മീൻ കറികൾ ഉണ്ടാക്കുക. ഇടയ്ക്ക് ചിക്കൻ ആയിക്കോട്ടെ, പച്ചക്കറി ഒന്നും വേണ്ട, മീൻ ഓർ ചിക്കൻ. അപ്പം ഇനിയും മീൻ കറികളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് കഴിക്കുകയാണ്. അടിപൊളി ഗൈസ്. ഞങ്ങളുടെ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് സമയം 11 മണി കഴിഞ്ഞ് ശരിക്കും ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്.